എല്ലാവർക്കും നമസ്കാരം. ഇത് ഫിലിം സ്റ്റോർ മാൻ മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നൊരു ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ജനനായകൻ എന്നൊരു അത്യുഗ്ര ബ്രഹ്മാണ്ഡ ചിത്രം നമ്മുടെ വിജയ്, അതായത് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ജോസഫ് വിജയ്, അദ്ദേഹത്തിൻ്റെ ഒരു അവസാന ചിത്രമാണെന്ന് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ വിവാദങ്ങൾക്ക് ശേഷം ഇറങ്ങി പ്രേക്ഷകരൊക്കെ വളരെ ഹാർദവമായി സ്വീകരിച്ചിരിക്കുന്നു. കാരണം അതിൻ്റെ കളക്ഷനൊക്കെ പറയുകയാണെങ്കിൽ വിജയുടെ പടത്തിന് വരുന്നത് പോലെ തന്നെ കളക്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാ പ്രേക്ഷകർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നൊരു ചിത്രമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് വിനോദ് എന്ന ഡയറക്ടർ. ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ട വേറൊരു കാര്യം മമിത ബൈജു എന്ന കഥാപാത്രം. കാരണം മലയാളികളുടെ ഒരു എന്താ പറയുന്നത്, മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടി എന്ന് വേണമെങ്കിൽ പറയാം മമിത ബൈജു ഒരു ആക്ഷൻ ഹീറോ ആയിട്ടാണ് ഇതിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കാരണം അത്രയ്ക്കും നല്ലൊരു മലയാളിയെ നമുക്കൊരു തമിഴ് ചിത്രത്തിലൂടെ ഒരു ആക്ഷൻ നായികയെ കിട്ടിയിരിക്കുന്നു. കൂടാതെ ഇതിൽ ഇപ്പോൾ പൂജ ഹെഡ്ജെ, പിന്നെ അതുപോലെ എടുത്തു പറയുമെങ്കിൽ നാസർ, മുൻകാല നടന്മാരിൽ നാസർ, പ്രകാശ് രാജ്, പിന്നെ കുറച്ച് നടന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇതിൽ നല്ല പെർഫോമൻസാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ എടുത്തിരിക്കുന്ന ഈ ചിത്രം എല്ലാ പ്രേക്ഷകരെയും ഒരേപോലെ രസിപ്പിക്കുന്ന ഒരു ഉത്സവ ചിത്രമായി തന്നെയാണ് എടുത്തിരിക്കുന്നത്. കാരണം അത്രയ്ക്കൊരു എന്താ പറയുന്നത്, അത്രയ്ക്ക് ത്രസിപ്പിക്കുന്ന രംഗങ്ങൾ വിജയുടെ പഴയ പടങ്ങളിൽ ഇത് ഒക്കെ എല്ലാം പുറത്തിണക്കി ബോറടിപ്പിക്കാത്ത രീതിയിൽ നല്ലൊരു ചിത്രമാണ് ജനനായകൻ. കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ആക്ഷൻ രംഗങ്ങളുള്ള നല്ലൊരു മെസ്സേജുള്ള, അതായത് പെൺകുട്ടികൾക്കൊരു 3 മെസ്സേജ് അദ്ദേഹം പറയുന്നുണ്ട്. അത് നിങ്ങൾ ഈ ചിത്രത്തിൽ വന്ന് കണ്ടതിന് മനസ്സിലാക്കുക. നല്ലൊരു മെസ്സേജ് നൽകിയിരിക്കുന്നു. വിജയ് എന്ന നടൻ്റെ ഇത് ഇനിയും ചിത്രങ്ങൾ പിറവിയെടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മനോജ് കൊച്ചി.